നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഹമാസ് ഇപ്പോൾ അമേരിക്കൻ പൗരനായിട്ടുള്ള ഒരു ബന്ധിയെ മോചിപ്പിക്കാൻ പോകുകയാണ്. ഏഡൻ അലക്സാണ്ടർ എന്നാണ് ആ ഒരു ബന്ധിയുടെ പേര്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധി മോചനത്തെക്കുറിച്ച് ഇസ്രയേലിന് കാര്യമായ പിടുത്തമൊന്നുമില്ല. അതായത് അമേരിക്ക ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അധികം വിവരങ്ങളൊന്നും ഇസ്രയേലിന് കൈമാറാതെയുള്ള ഒരു ബന്ധിമോചനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു സന്ദർശനം നടത്താൻ പോകുന്നുണ്ട്. ഈ ഒരു സന്ദർശന സമയത്ത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പൗരനായിട്ടുള്ള ഈ ഒരു വ്യക്തിയെയും മോചിപ്പിക്കാൻ പോകുന്നത്. ഏകദേശം 24-25 ബന്ധികൾ തന്നെ ഇപ്പോഴും ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 580 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ബന്ധിയെ മോചിപ്പിക്കാൻ സാധിച്ചത്. വെറുതെ അല്ല ഹമാസ് ഈ ഒരു ബന്ധിയെ മോചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷവും വെടിനിർത്തൽ, അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങൾ തുറക്കുക, അതുപോലെ തന്നെ ഗസ മുനമ്പിലേക്ക് കൂടുതൽ സഹായം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ട് എന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ബന്ധിമോചനം സാധ്യമാകുന്നത്. അതായത് ഈ അമേരിക്കൻ ഇസ്രയേലി ബന്ധിയായിട്ടുള്ള അലക്സാണ്ടറെ മാത്രമാണ് ഇപ്പോൾ മോചിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഹമാസ് അമേരിക്ക ഒരു ചർച്ച നടന്നതായിട്ട് അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് ഈ ഹമാസ് അമേരിക്ക ചർച്ചകളെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇസ്രയേലിന് അമേരിക്ക കൊടുത്തിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കയും ഇസ്രയേലും അത്ര കണ്ട് നല്ല രീതിയിലല്ല ഇപ്പോൾ പോകുന്നത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര കണ്ട് നല്ല ബന്ധമല്ല ഉള്ളത്. മറ്റൊരു വാർത്ത വരുന്നത് മെയ് 4 ഹൂതികൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ, അതിൻ്റെ ഞെട്ടൽ ഇതുവരെ ഇസ്രയേലിന് മാറിയിട്ടില്ല. അതായത് അവരുടെ ഏറ്റവും തിരക്കുള്ള ബെൻഗൂവിയൻ എയർപോർട്ട് ലക്ഷ്യമാക്കി നടന്ന ആ ഒരു ആക്രമണത്തിന് ശേഷം നിരവധി വിമാന കമ്പനികളാണ് ഇപ്പോഴും ഇസ്രയേലിലേക്ക് സർവീസ് നടത്താൻ മടിക്കുന്നത്. അതായത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ വിശ്വാസ്യതയില്ലാത്തതാണ് ഇത്തരം കമ്പനികളെ പുറകോട്ട് വലിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു വിശ്വാസ്യത അത് തിരികെ കൊണ്ടുവരുന്നതാണ്. അതായത് വ്യോമ അതിർത്തിയിൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷ അത് ഇസ്രയേൽ ഉറപ്പുവരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിരവധി കമ്പനികളായിരിക്കും ഇസ്രയേലിലേക്ക് സർവീസ് റദ്ദാക്കുന്നത്. യൂറോപ്പിലേക്കും അതുപോലെ തന്നെ അമേരിക്കയിലേക്കും എല്ലാം തന്നെ സർവീസ് നടത്തുന്ന ഏകദേശം 20ഓളം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന കാസിർ അവർ ടെൽ അവീവിലേക്ക് സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോലും അവരും പറയുന്ന കാര്യം ഇതാണ്, സുരക്ഷാ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ളത്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇസ്രയേലിലേക്ക് ഒരു നീണ്ട കാലയളവിലേക്കൊക്കെ ഈ ഒരു വിമാന കമ്പനികൾ സർവീസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പല കമ്പനികളും ഇസ്രയേലിലേക്ക് തിരിച്ചു വരാത്തൊരവസ്ഥയും ഉണ്ടായേക്കാം. അതിനിടെ ഇസ്രയേൽ മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യമൻ നിയന്ത്രിക്കുന്ന 3 തുറമുഖങ്ങൾ അത് എത്രയും പെട്ടെന്ന് ഒഴിയണമെന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു ബെൻഗൂവിയൻ എയർപോർട്ടിലുണ്ടായ ഒരു ആക്രമണം, അതായത് ഹൂതികൾ നടത്തിയൊരു ആക്രമണം വൻ നാണക്കേടാണ് ഇസ്രയേലിന് ഉണ്ടാക്കി വെച്ചത്. അതിനൊരു പ്രതികാരം എന്ന രീതിയിൽ ഇപ്പോൾ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങളാണ് യമൻ ബേസ് ചെയ്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.